കുട്ടികൾക്ക് അക്ഷരങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയിരിക്കുന്ന ഒന്നാണ്. അതിനെ പാട്ടായി കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ തായ് എന്നുള്ള അക്ഷരം ഏതെല്ലാം രീതിയിൽ വരുന്നുണ്ട് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്. തായ് എന്നുള്ള അക്ഷരം അക്ഷരജാത വരുന്നുണ്ട്, അലിഫും ബാഉം താ ഉണ്ട്, അണിയണിയായി വരുന്നുണ്ട്, വരി വരിയായി വരുന്നുണ്ട്. തായിന് മേലെ ഫത്ഹ വരച്ചാൽ ഞങ്ങൾ പറയും താ താ താ. തായിന് മേലെ ലമ്മ വരച്ചാൽ ഞങ്ങൾ പറയും തൂ തൂ തൂ. തായിന് താഴെ കസറ വരച്ചാൽ ഞങ്ങൾ പറയും തീ തീ തീ. താ എന്നുള്ള അക്ഷരത്തിൻ്റെ മഖ്റജ് എവിടെയാണ്? ഏത് സ്ഥലത്തിൽ നിന്നാണത് പുറപ്പെടുക? നാവിൻ തലമേൽ മുമ്പല്ലിൻ്റെ മുരടിൽ വെച്ചാൽ താ താ താ. അത്തിമരത്തിൻ പൊത്തിലിരിക്കും തത്ത പറഞ്ഞു താ താ താ. അത്തിമരത്തിൻ പൊത്തിലിരിക്കും തത്ത പറഞ്ഞു താ താ താ. പത്തിരി കൊത്തി തിന്ന് നടക്കും വാത്ത് പറഞ്ഞു തൂ തൂ തൂ. തെക്കേ തോപ്പിലെ തേക്കിലിരിക്കും നത്ത് പറഞ്ഞു തീ തീ തീ. തുറുബ പറഞ്ഞാൽ മണ്ണല്ലേ, തിബിർ പറഞ്ഞാൽ പൊന്നല്ലേ, നബത്ത് പറഞ്ഞാൽ ചെടിയല്ലേ, ബിന്ത് പറഞ്ഞാൽ മോളല്ലേ, തബ പറഞ്ഞാൽ താ ഉണ്ടോ? ഒന്നാമത്തേത് താ ആണ്, ബത്ത പറഞ്ഞാൽ താ ഉണ്ടോ? രണ്ടാമത്തേത് താ ആണ്, അബത്ത പറഞ്ഞാൽ താ ഉണ്ടോ? മൂന്നാമത്തേത് താ ആണ്. താഇൻ ചേർത്തൊരു അലിഫ് വരച്ചു, താഇൻ ഫത്ഹ കൊടുത്തു താ. താഇൻ ചേർത്തൊരു വാവ് വരച്ചു, താഇൻ ലമ്മ കൊടുത്തു തൂ. താഇൻ ചേർത്തൊരു യാ വരച്ചു, താഇൻ കസറ കൊടുത്തു തീ. താ വരുന്നൊരു പഴമുണ്ടോ? തമ്രിൽ നല്ലൊരു താ ഉണ്ട്. താ വരുന്നൊരു നാടുണ്ടോ? ബൈറൂത്തിൽ ഒരു താ ഉണ്ട്. താ വരുന്നൊരു പേരുണ്ടോ? സത്താറിൽ ഒരു താ ഉണ്ട്. താഴേക്ക് ചെരിവുള്ള വര വരച്ചു താജിർ, പിന്നെ ഇടത്തോട്ട് നീണ്ട വര വരച്ചു താജിർ. അന്ത്യഭാഗം മുകളിലേക്ക് ഉയർത്തി വെച്ചു താജിർ, മേലെ രണ്ട് പുള്ളിയും വരച്ചു വെച്ചു താജിർ. ഭംഗിയുള്ള തായിനെ വരച്ചു തന്നു താജിർ, തൗബയിലെ തായിനെ വരച്ചു തന്നു താജിർ.